ഓക്കെ, അപ്പൊ പ്രസന്റ് ചെയ്യണത് കാണണ്ടെങ്കിൽ കാണണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. കാണുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ആഹ് ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാൻവ എന്നുള്ളത് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലേ എല്ലാവരും? ഹലോ, ചെയ്തിണ്ട്. ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ബാറിൽ നമ്മൾ ക്യാൻവ എന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് നമുക്ക് ക്യാൻവ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ്. ഇപ്പോൾ ഓരോ ഫോണിലും വ്യത്യാസമായിരിക്കും, ഓപ്ഷൻസുകൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ എൻ്റെ ഫോണിൽ ഇങ്ങനെയാണ്, പ്ലേ സ്റ്റോറിൽ സെർച്ച് ബാറിൽ ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്തു. അങ്ങനെ ഫോട്ടോ ആൻഡ് വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് അതിൽ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ സാധാരണ ഇങ്ങനത്തെ ഒരു പേജാണ് വരിക. ഫസ്റ്റത്തെ ഇമേജ് കണ്ടിട്ടുണ്ടാവും, ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ക്യാൻവ എന്ന് പറഞ്ഞിട്ട് ബ്ലൂ കളറിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ള ഒരു പേജ് ആയിരിക്കും തുറന്നു വരിക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്യാണ്. ലോഗിൻ ചെയ്യുമ്പോൾ സെക്കൻഡ് കാണുന്ന ഒരു ഇമേജാണ് വരിക. അതിൽ നമ്മൾ ഇതിൽ സെർച്ച് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂള് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കണ്ടോ ഒരു സെർച്ച് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് ആവശ്യം, ഇപ്പം നമുക്കൊരു ബ്രോഷർ ആണെങ്കിൽ ബ്രോഷറിന് അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ബ്രോഷറുകൾ കാണാം. അതുപോലെ തന്നെ ഇപ്പം നമുക്കൊരു PPT, പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ PPT എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ PPTകളുടെ കുറേ മോഡലുകൾ കാണാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെഡ്ഡിങ് കാർഡിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ നമുക്കൊരു വെഡ്ഡിങ് കാർഡാണ് ഇതിൽ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡ്ഡിങ് കാർഡ് മോഡൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ വെഡ്ഡിങ് കാർഡുകൾ കാണാൻ പറ്റും. അങ്ങനെ എന്താണ് നമുക്ക് ആവശ്യം അത് ആ സെർച്ച് ബാറിൽ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ടത് അതിൻ്റെ അടിയിൽ വന്ന് കിടക്കും. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു ടൂൾ ബോക്സ് ആയിട്ട് ടൂൾ ബാർ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കണ്ട ക്രിയേറ്റ്, യുവർ ഡിസൈൻസ്, ടെംപ്ലേറ്റ്, പ്രോ, മോർ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് കാണാം. അതാണ് ഈ ക്യാൻവയിലെ ടൂൾ ബാർ എന്ന് പറയാം. അതാണ് അടുത്ത പേജിൽ ടൂൾ ബോക്സ് എന്ന് പറയുന്നത്. ഈ ക്രിയേറ്റ്, യുവർ ഡിസൈൻസ്, ടെംപ്ലേറ്റ്സ്, പ്രോ, മോർ. ഇതിൽ ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ സെർച്ച് ബാറിൽ മാത്രം വേണമെന്നില്ല. ഈ ക്രിയേറ്റ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്താലും നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക PPT, ബ്രോഷർ, എന്ത് വേണമെങ്കിലും അത് അതിൽ കാണിക്കാൻ പറ്റും. അതേപോലെ തന്നെ യുവർ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ക്യാൻവയിൽ ഒരു കാര്യം ചെയ്ത് നമ്മളിപ്പോൾ ബാക്ക് അടിച്ച് പിന്നെ ഇന്ന് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പം നമുക്ക് നാളെ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം പിന്നീട് നമുക്ക് അത് നോക്കണമെങ്കിൽ ഈ യുവർ ഡിസൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആ ക്യാൻവയിൽ ചെയ്തിട്ടുണ്ടോ അത് നമുക്കതിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അടിയിലേക്ക് വന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് ടെംപ്ലേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ. ടെംപ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള PPTകൾ, ബ്രോഷറുകൾ അതെല്ലാം കൂടിയിട്ട് മിക്സഡ് ആയിട്ടാണ് വന്ന് കിടക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക, അതിൽ എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ടെംപ്ലേറ്റ്സിൽ വരിക. പിന്നെ അടുത്തതാണ് ഈ പ്രോ എന്ന് പറയുന്നത്. പ്രോ എന്ന് പറയുന്നത് നമ്മൾ പെയ്ഡ് ആയിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളാണ് ഈ പ്രോ. അതായത് ഇപ്പോൾ നമുക്ക് വേണ വല്ല ആനിമേഷൻ അല്ലെങ്കിൽ നമുക്ക് വല്ല എലമെൻറ്റ്സ് എടുക്കണമെങ്കിൽ എലമെൻറ്റ്സ്, അല്ലെങ്കിൽ പുതിയതായിട്ട് വല്ല ഇപ്പോൾ നമ്മൾ കളർഫുൾ ആയിട്ടുള്ള നല്ല ഡിസൈൻസുകളൊക്കെ ഉള്ള ബ്രോഷറുകളൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് പെയ്ഡായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതങ്ങനത്തെയൊക്കെയാണ് ഈ പ്രോയിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഡൗൺലോഡ് ഓപ്ഷൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, എഡിറ്റിങ്, അതൊക്കെ ഈ മോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു ക്യാൻവയിലെ ടൂൾ ബോക്സ് എന്ന് പറയുന്നത്. ഇതിനൊക്കെയാണ് ഉപയോഗിക്കാം. ഒന്ന് ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, യുവർ ഡിസൈൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ മുൻപ് എന്തെങ്കിലും നമ്മുടെ ബ്രോഷറോ PPT അങ്ങനെ എന്തെങ്കിലും മുമ്പ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് യുവർ ഡിസൈൻസിലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. ടെംപ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള PPTകൾ, ബ്രോഷർ അങ്ങനത്തെ എല്ലാത്തിലും കാണുന്നതാണ് ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. പ്രോ എന്ന് പറയുന്നത് ഇത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിനാണ് പ്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ക്ലിയർ ആയോ? ഹലോ, എനിക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ക്രിയേറ്റിംഗ് എടുത്തപ്പോൾ ഡിസൈനർ ഫോർ യു എന്ന് കാണുന്നത്. എങ്ങനെ? ക്രിയേറ്റിംഗ് എടുത്തപ്പോഴേ ആ ആ ഡിസൈനർ ഫോർ യു എന്നിട്ട് വന്നു.
അത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻസുകളൊക്കെ ഇപ്പൊ ഉണ്ടാക്കണതൊക്കെ ഇല്ലേ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെയൊക്കെയാണ് ഈ ഡിസൈൻസ് ഫോർ യു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അപ്പൊ അതിൽ ഏതെടുത്തിട്ടാണ് ചെയ്യേണ്ടത്, ക്രിയേറ്റ് ചെയ്യേണ്ടത്? അത് ഓരോ ഫോണിലും ഓരോ തരത്തിലായിരിക്കും. അതിപ്പോ എങ്ങനെ ഇപ്പൊ നോക്കാം. ബ്രൗസർ ഉണ്ടാക്കാൻ ഏതെടുക്കണ്ട്? ബ്രോഷർ ഉണ്ടാക്കാൻ യുവർ ഡിസൈൻസ് അല്ല സോറി ടെംപ്ലേറ്റ്സ് നോക്കിയിട്ട് അതിൽ ടൈപ്പ് ചെയ്താൽ മതി ബ്രോഷറിന്. അതടുത്തത് ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ അതിൽ നോക്കിയാൽ മനസ്സിലാവും ഇത്രയും കൂടി കൂടുതലായിട്ട്. ഇപ്പൊ ജസ്റ്റ് ടൂൾ ബോക്സ് പരിചയപ്പെടുത്തി തന്നുള്ളൂ. ബ്രോഷർ ഉണ്ടാക്കാൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നത്തെ സ്ലൈഡുകളിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് പോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നടുവിൽ ഞാൻ അവിടെ ഇനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂള്. ആ ടൂള് ഞെക്കിയപ്പോൾ കണ്ടതാണ് ഇങ്ങനത്തെ, ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഈ ഒരു ബ്രോഷറുകൾ അല്ലെങ്കിൽ PPT കണ്ടത്. അപ്പോൾ ഇതിൽ ഈസി ആൻഡ് ഡെലീഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക PPT കാണാം, ഗ്രൂപ്പ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡുകൾ കാണാം. അങ്ങനത്തെ ഓരോ ഇതുകൾ ഈ ടെംപ്ലേറ്റ്സിൽ ഞെക്കിയപ്പോഴാണ് കണ്ടത്. അപ്പം അതിൻ്റെ അടിയിൽ ബ്രോഷറുകൾ വീഡിയോ രൂപത്തിലുള്ള PPT കാണാം. അതുപോലെ തന്നെ ഒറ്റ സ്ലൈഡുകളായിട്ടുള്ള ബ്രോഷറുകൾ അടിയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ ടെംപ്ലേറ്റിൽ കാണുന്നതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു ബ്രോഷർ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ബ്രോഷർ നമ്മൾ ഏതെങ്കിലും ഒരു എന്താ പറയുക സ്ക്രീനിലായിരിക്കും കാണിക്കുന്നുണ്ടാവാം. അത് കാണിക്കുമ്പോൾ കൂടുതലായിട്ട് ലാൻഡ്സ്കേപ്പ് മോഡിൽ കാണിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിസിബിൾ ആവാൻ എളുപ്പം. അതായത് ഇപ്പം നമുക്ക് ഒരു കാര്യം ലാൻഡ്സ്കേപ്പ് മോഡിൽ എടുത്ത് കാണിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫോൺ സൈസ്, അതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ക്ലിയർ ആയിരിക്കും. അത് ഫുൾ സ്ക്രീൻ ആയിട്ട് വന്ന് കിടക്കും ലാൻഡ്സ്കേപ്പിലാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പോർട്രേറ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം എന്ന് പറയുന്നത് കറക്റ്റ് ആ സ്ക്രീനിൻ്റെ നടുവിലായിട്ട് വന്ന് കിടക്കും. അപ്പോൾ നമ്മൾ അതിൽ എഴുതിയിട്ടുള്ള അക്ഷരങ്ങളായാലും ഭയങ്കര ചെറിയ സൈസിലാണ് കാണുക. അപ്പോൾ വിസിബിൾ ആയതുകൊണ്ട് കുറവായിരിക്കും പോർട്രേറ്റിലൊക്കെ ആക്കി. അപ്പോൾ യൂഷ്വലി നമ്മൾ PPT ആയാലും ബ്രോഷറുകളായാലും ലാൻഡ്സ്കേപ്പ് മോഡിൽ വേണം ചെയ്യണമെങ്കിൽ. അപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡിലുള്ള PPT എങ്ങനെയാണ് ഇരിക്കുക, പോർട്രേറ്റ് മോഡിൽ എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളതാണ് രണ്ട് പിക്ചറുകളായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ലാൻഡ്സ്കേപ്പിൽ എന്ന് പറയുന്നത് 2 PPT മോഡലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. പോർട്രേറ്റ് എന്ന് പറയുന്നത് പോർട്രേറ്റിൽ എങ്ങനെയാണ് എന്താ PPT ആയാലും ഒരു ബ്രോഷർ ആയാലും ഒരു നോട്ടീസ് ആയാലും ഒരു വെഡ്ഡിങ് കാർഡ്, അതൊക്കെ എങ്ങനെയാണ് പോർട്രേറ്റ് മോഡിൽ ഇരിക്കണേന്നാണ് സെക്കൻഡ് പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ചെരിഞ്ഞിരിക്കുന്ന രീതിയിൽ, പോർട്രേറ്റ് എന്ന് പറയുന്നത് നേരെ ഇരിക്കുന്ന തരത്തിലുള്ള PPT. ഓക്കെ, ഇനി അടുത്തത് ഇത് ഇപ്പോൾ നമ്മൾ ഒരു PPT അല്ലെങ്കിൽ ഒരു ബ്രോഷർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കും. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പിക്ചറാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ലാൻഡ്സ്കേപ്പ് മോഡിലുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 60:9 ആയിരിക്കും. അതാണ് കൂടുതൽ വിസിബിൾ ആവാൻ എളുപ്പം. അതാണ് റേഷ്യോ 60:9. 16:9 ലാൻഡ്സ്കേപ്പ് മോഡിൽ നമ്മൾ PPT ബ്രോഷർ തിരഞ്ഞെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിസിബിൾ ആയിട്ട് നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമ്മൾ ഫോണ്ട് സൈസും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്, കളർ, തീം അതൊക്കെ നല്ല രീതിയിൽ കൊടുക്കാന്ന് വെച്ചാൽ നന്നായി വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അതാണ് ഒരു PPT അല്ലെങ്കിൽ ബ്രോഷർ, നോട്ടീസ്, അത് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നല്ലതായിരിക്കും. ഇനി അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പിക്കാണ്, എങ്ങനെയാണ് ഒരു ബ്രോഷർ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്യണേന്നാണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റും, ഒരു ബ്രോഷർ PPT ഒക്കെ ഏത് മോഡിലാണ് ചെയ്യണമെങ്കിൽ, ലാൻഡ്സ്കേപ്പിൽ വേണോ പോർട്രേറ്റിൽ വേണോ, ഇപ്പോൾ ലാൻഡ്സ്കേപ്പിലാണെങ്കിൽ തന്നെ എത്ര റേഷ്യോയിൽ എടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ ഒക്കെ ബേസിൽ ഇനി നമ്മൾ ഒരു ബ്രോഷർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട രീതിയിൽ ഈ എന്താ പറയുക നമ്മുടെ മെയിൻ സ്ക്രീനിൽ ഈ സെർച്ച് ബാറിൻ്റെ അവിടെ ബ്രോഷർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ബ്രോഷറിന് അടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവിടെ ബ്രോഷറിന് അടിച്ചു കൊടുത്തിട്ട് സെക്കൻഡ് സ്ലൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രോഷറുകൾ വരികയാണ് ചെയ്യുക. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ബ്രോഷറുകൾ സെലക്ട് ചെയ്യാം. അതാണ് സെക്കൻഡ് സ്ലൈഡ്.
അതില് ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ കാണാം ഒരു ഗോൾഡ് കളറിൽ ഒരു കിരീടം പോലത്തെ ഒരു എംബ്ലം കാണാം. അതെന്ന് പറയുന്നത് പ്രോയാണ്. പ്രോ എന്ന് പറയുമ്പോൾ നമുക്ക് അതിലുള്ള ഫങ്ഷൻസുകളൊക്കെ പെയ്ഡ് ആയിട്ട് നമ്മൾ പെയ്ഡ് ചെയ്തിട്ട് ഓരോ ഓപ്ഷൻസുകൾ എടുത്ത് ആ PPT ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണം അത് നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് പെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എടുക്കാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷെ ഫ്രീ ആയിട്ട് കിട്ടില്ല. ഇത് സെക്കൻഡ് സ്ലൈഡുകളൊക്കെ പ്രോയല്ല, നമുക്ക് പെയ്ഡ് ചെയ്യാണ്ട് തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ലൈഡുകളാണ് ഇതെന്ന് പറയണത്. ഇനി നമുക്ക് ഈ സ്ലൈഡുകൾ തന്നെ ഇപ്പൊ 8 സ്ലൈഡ് ഉണ്ട്. അതിൽ ഈ ഒരു സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ടു, ഇത് നമുക്കൊരു ബ്രോഷർ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള 7 സ്ലൈഡുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്ലൈഡ് എടുത്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് ബ്രോഷർ ആക്കാനും പറ്റും. അതാണ് ഞാൻ PPT ആയിട്ട് കാണിച്ചു തരുന്നത്. PPT വേണമെങ്കിൽ PPT ആയിട്ട് എടുക്കാം, അല്ല നമുക്ക് ഒറ്റ സ്ലൈഡ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 പേജും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒറ്റ പേജായിട്ട് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അപ്പൊ ഇതിൽ ഞാൻ കുറച്ച് സ്ലൈഡുകളുടെ ഫോട്ടോസുകൾ കാണിച്ചിട്ടുണ്ട്. ഇത് തേർഡ് സ്ലൈഡ് എന്ന് പറയുന്നതും എന്താ പെയ്ഡ് ആയിട്ടുള്ളതാണ്. ഫോർത്ത് സ്ലൈഡ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ ഞാൻ സെക്കൻഡ് സ്ലൈഡ് വെച്ചിട്ടാണ് എക്സാമ്പിളുകൾ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ സെർച്ച് ബാറിൽ ബ്രോഷർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രോഷറുകൾ കാണിച്ചു തരും. അപ്പൊ അതാണ് സെക്കൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പേജ് എന്ന് പറയുന്നത് തേർഡ് സ്ലൈഡ് എന്ന് ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് ആയിട്ടുള്ള ബ്രോഷറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതെടുത്തിട്ട് ഇപ്പൊ ഇതിലാണ് നമ്മൾ ഇനി എഡിറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ അത് നമ്മുടെ ഫുൾ സ്ക്രീനിൽ കാണിക്കും. ഇങ്ങനെ ഈ നമ്മൾ എടുത്തിട്ടുള്ള ആ സ്ലൈഡുകൾ സെൻട്രൽ സ്ക്രീനിലായിട്ട് കാണിച്ചിട്ട് അതിന്റെ അടിയിൽ ബാക്കി അതിൽ എത്ര പേജുകൾ ഉണ്ടോ അതൊക്കെയാണ് അടിയിൽ കാണിക്കുന്നത്. ഇപ്പൊ ഇതിൽ കാണുന്നുണ്ടാവും 1 2 3 എന്ന് പറഞ്ഞിട്ട് പ്ലസ് ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. അതാണ് ബാക്കിയുള്ള പേജുകൾ. ഇപ്പം ഇതിൽ പ്ലസ്സുകൾ നിൽക്കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വേറെ അഡീഷണൽ പേജ് വേണമെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് വരും. അപ്പം അതാണ് ഈ പ്ലസ്സിൻ്റെ അർത്ഥം. ഞാൻ അതിൽ തന്നെ ഇപ്പോൾ ഒരു ബ്രോഷർ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ടൂൾ ബോക്സുകളാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. ടെംപ്ലേറ്റ്സ്, എലമെന്റ്സ്, ടെക്സ്റ്റ്, ഗാലറി, ബ്രാൻഡ്, അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ടെംപ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഇപ്പം ഈ ടെംപ്ലേറ്റ് വേണ്ട, അതിൻ്റെ എക്സ്ട്രാ വേറെ വല്ല പേജ് ആഡ് ചെയ്യണമെങ്കിൽ ഈ ടെംപ്ലേറ്റ്സിൽ നിൽക്കി കഴിഞ്ഞാൽ അത് വരും. ഇനി എലമെന്റ്സ് ആണെന്ന് ഇപ്പം നമുക്ക് ഇതിൽ എഡിറ്റിംഗ് ഒക്കെ നടത്തണമെങ്കിൽ ഈ എലമെന്റ്സിലാണ് ചെയ്യുക. അപ്പം നമുക്ക് ഇതിൽ ബുക്കിൻ്റെ ഒരു പിക്ചർ മാറ്റിയിട്ട് ഇപ്പം നമുക്ക് വേറെ വല്ല പിക്ചറുകൾ വെക്കണം. ഇപ്പം വല്ല മൂവ് ചെയ്യണ ടൈപ്പൊക്കെ ആണെങ്കിൽ ഈ എലമെന്റ്സിൽ ഇപ്പോൾ നമ്മൾ അതങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പിക്ചർ വരും. അത് നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി. ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ തന്നെ വന്ന് പേസ്റ്റ് ആവും. അപ്പം അത് മൂവ് ചെയ്യണ പോലെ നമുക്ക് കാണിക്കാൻ പറ്റും. ഇനി ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്രോഷറാണ്. അപ്പം ഇതിൽ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റിൽ നിൽക്കുക, അതിൽ ഓരോ ലെവൽ കാണും. ഇപ്പോൾ വലിയ ഹെഡിങ് ആക്കിയിട്ടാണെങ്കിൽ ആ ഹെഡിങ്ങിൻ്റെ ആ ഒരു പിക്ചർ കൊടുക്കാം. ഇപ്പോൾ ഫോർത്ത് സ്ലൈഡിൽ കണ്ടു, ഇതിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ആ ടൂൾ ബോക്സിലെ ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തപ്പോൾ വന്നതാണ് ആ ഫോർത്ത് പേജിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ കണ്ടോ ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേജിൽ വലിയ അക്ഷരങ്ങളായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇനി സബ് ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും, ചെറുത്, അതിനേക്കാളും ചെറുതാക്കി കാണിക്കും. അതായത് ഇപ്പോൾ വലിയ ഹെഡിങ് വെച്ചിട്ട് അതിനെ വീണ്ടും ചെറുതാക്കുകയാണെങ്കിൽ സബ് ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ വീണ്ടും ചെറുതാക്കാൻ പറ്റും. ഇനി നമ്മൾ സാധാ ടൈപ്പ് ചെയ്യണ പോലത്തെ ചെറിയ ഹെഡിങ്ങുകളാണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്റിൽ ബൈറ്റ് ഓഫ് ബോഡി ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായോ? എനിക്ക് അങ്ങനൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ? ആണോ? ഒരു മിനിറ്റ് കേട്ടോ, ഞാനൊന്ന് ബാക്ക് അടിക്കില്ല, എന്നാലേ കാണുള്ളൂ. ഷെയർ ചെയ്തോളൂ. ഇതെന്താ ക്യാൻവ ആണോ അത്? ക്യാൻവ ഏതെടുക്കണ്ടേ? ക്യാൻവയില് സെർച്ച് ബാറിൽ ബ്രോഷർന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ബ്രോഷർ കിട്ടും. ക്യാൻവയില് സെർച്ച് ബാറോ?
ആ എന്റെ കാണാൻ പറ്റില്ല. ഇല്ല ഇല്ല. ആ ഇപ്പൊ ക്ലിയർ ആണ് കേട്ടോ. അച്ഛനെ അവിടെ ബ്രോഷറിന് അടിച്ചു കൊടുക്കോ, ടെംപ്ലേറ്റ്സ് ബ്രോഷറോ അങ്ങനെ എന്തെങ്കിലും, PPT. സെക്കൻഡ് വൺ. ഇപ്പൊ കിട്ടിയില്ലേ? അങ്ങനെ എടുത്തിട്ട് പിന്നെ എന്താ ചെയ്യാ? അതെടുത്തിട്ട് ഇനി ഞാൻ പ്രസന്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ എടുത്താൽ മതി. ഇപ്പൊ എടുത്തത് വരെ ശരിയാണ്. അതിൽ ബ്രോഷർ ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളത് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഓക്കെ. എന്നിട്ട് ടൂൾ ബാറും ഓരോന്ന് ഞെക്കുമ്പോൾ എന്താണ് വ്യത്യാസം അതിൽ വരിക എന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡുകളായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അതൊന്ന് ചെയ്തു നോക്കൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ലൈഡ് നമ്മൾ സെലക്ട് ചെയ്തു അല്ലേ? എടുത്ത സ്ലൈഡ് മെയിനായിട്ട് സെൻറ്റർ സ്ക്രീനിൽ ഓപ്പൺ ആയിട്ട് വരും. ഇനി നമ്മൾ അതിലാണ് ഇനി എഡിറ്റ് ചെയ്യുന്നതും നമ്മുടെ ഇഷ്ടത്തിന് ആ സ്ലൈഡുകൾ എങ്ങനെ ആക്കണം എന്ന് നമുക്ക് ബാക്കി ഈ ടൂൾ ബോക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ അടിയിൽ അതിൻ്റെ ടൂൾ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ടെംപ്ലേറ്റ്സ്, എലമെൻറ്റ്സ്, ടെക്സ്റ്റ്, ഗാലറി, ബ്രാൻഡ്, അപ്ലോഡ്, അങ്ങനെയാണ് അതിൻ്റെ ടൂൾ ബോക്സ് എന്ന് പറയുന്നത്. അപ്പം ടെംപ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നേരത്തെ നമ്മൾ ടെംപ്ലേറ്റ്സുകൾ കണ്ടു കുറേ ഇങ്ങനെ. അപ്പം അത് ഞെക്കിയാലും കുറേ ഇതിനേക്കാളും വെറൈറ്റികളായിട്ടുള്ള ടെംപ്ലേറ്റ്സുകളാണ് കിട്ടുക. ഇനി അതിലേക്ക് നമുക്ക് മാറണമെങ്കിൽ നമുക്ക് അതിലേക്ക് മാറാം, കുഴപ്പമില്ല. അടുത്തത് എലമെൻറ്റ്സ് ആണ്. എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഇതിൽ ഏതെങ്കിലും പുതിയൊരു കാര്യം ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ആ ബുക്കിൻ്റെ പിക്ചർ മാറ്റിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും പിക്ചറുകൾ ആഡ് ചെയ്യണമെങ്കിലോ ഒക്കെ എലമെൻറ്റ്സിൽ പോവാം. അതിൽ സെർച്ച് ബാറിൽ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഒരു ലീഫിൻ്റെ പിക്ചറാണെന്ന് പറയുമ്പോൾ ലീഫ് അനിമേഷനോ ജിഫെന്നോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്താൽ മതി. അതാണ് ഈ എലമെൻറ്റ്സ് ഉപയോഗിക്കണതിൻ്റെ ഇതുകൾ എന്ന് പറയുന്നത്. അടുത്തതാണ് ടെക്സ്റ്റ്. നമ്മൾ ടെക്സ്റ്റ് ആണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4th സ്ലൈഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, 4 എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ഈ ഒരു ഓപ്ഷനാണ് ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞുള്ള അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരിക. അതിൽ ഫസ്റ്റത്തെ എയുടെ ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് വലുതാക്കിയിട്ട് ഒരു എഴുതിയത് കാണാം. അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ മെയിൻ വലിയ ഹെഡിങ്ങുകൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ന്യൂസ് പേപ്പറുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മെയിൻ വലിയ ഹെഡിങ്ങുകളൊക്കെ കാണില്ലേ? അങ്ങനത്തെ ഒക്കെ വലിയ ഹെഡിങ്ങുകളൊക്കെ എഴുതണമെങ്കിൽ ഈ എയുടെ ഹെഡിങ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സൈസ് എന്താ പറയുക കൂട്ടാനൊക്കെ പറ്റും. അങ്ങനെയാണ് അതിനാണ് ഈ എയുടെ ഹെഡിങ് വലിയ ഹെഡിങ്ങുകളൊക്കെ ഉപയോഗിക്കണമെങ്കിലാണ് ആ ബോൾഡ് ആക്കി കൊടുത്തിട്ടുള്ളത് ഉപയോഗിക്കാം. അതിൻ്റെ അടിയിലത്ത് എയുടെ സബ് ഹെഡിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മെയിൻ ഹെഡിങ് കൊടുത്തു, അതിനൊരു കുഞ്ഞൊരു ഹെഡിങ് അല്ലെങ്കിൽ കുഞ്ഞിതാക്കി അതിനേക്കാളും വിട്ട് ഒരു ചെറിയൊരു ഫോമിൽ നമുക്ക് എഴുതണമെങ്കിൽ സബ് ഹെഡിങ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്താൽ മതി.
ഇനി അതിൻ്റെ അടിയിലത്തെ എയുടെ ലിറ്റിൽ ബൈറ്റ് ഓഫ് ബോഡി ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതെന്ന് പറയുമ്പോൾ സാധാ നമ്മളിപ്പോൾ വാട്സപ്പിലൊക്കെ ടെക്സ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു സ്മോൾ ലെറ്റേഴ്സ് ഒക്കെ ആയിട്ടാണ് കാണാം. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ അതിൻ്റെ സൈസുകളൊക്കെ കൂട്ടണത്. അപ്പോൾ സാധാ ഫോമിലൊക്കെ കാണുന്നതാണ് ഈ ലിറ്റിൽ ബൈറ്റ്, അതായത് ഭയങ്കര ചെറുതായിട്ടാണ് ആ ടെക്സ്റ്റുകൾ വരിക. അതാണ് ഇതിൻ്റെ 3 ടൈപ്പ് വേർഷൻ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വലുതാക്കി എഴുതാൻ പറ്റും, അതിനേക്കാൾ ചെറിയ സൈസ്, പിന്നെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ചെയ്യാനുള്ള ബോക്സ് വരും, നമുക്ക് ഇഷ്ടമുള്ള ഹെഡിങ് കൊടുക്കുക, ടിക്ക് മാർക്ക് ചെയ്യുക, അപ്പോൾ അതവിടെ പേസ്റ്റ് ആവും. അതാണ് ടെക്സ്റ്റ് കൊണ്ടുള്ള ഉപയോഗം. ഇനി അടുത്ത പേജ് എന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ടൂൾ ബോക്സ് ഈ ടെക്സ്റ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഗാലറി എന്ന് കാണാം. ഈ ഗാലറി ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സാധാ ഫോണിലുള്ള ഗാലറി ഇല്ലേ, അതിലേക്കാണ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബുക്കിൻ്റെ പിക്ചർ മാറ്റിയിട്ട് ഇപ്പം നമുക്ക് ഏതെങ്കിലും ഗൂഗിളിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പിക്ചർ ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സ്ഥാനത്ത് ഇപ്പം നമുക്ക് എവിടെയാണോ അത് വെക്കാൻ തോന്നുന്നത് ആ സ്ഥലത്ത് വെറുതെ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ വന്ന് എന്താ പറയുക അറ്റാച്ച് ആവും. അതിനാണ് ഈ ഗാലറി ഉപയോഗിക്കുക. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ അതിന് പകരം എടുത്ത് വെക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ വലുത് ആഡ് ചെയ്യണമെങ്കിലൊക്കെ ഈ ഗാലറിയിൽ പോയാൽ നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുള്ള ഏതൊരു പിക്ചർ ആയാലും അത് ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഏതിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഉണ്ടാക്കണ ബ്രോഷറിലേക്കോ PPTയിലേക്കോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്താൽ മതി. അതാണ് ഗാലറി കൊണ്ടിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫോണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു PPTയിൽ ജസ്റ്റ് ഒരു കാര്യം ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അത് ഞാനിപ്പോൾ അതിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്താൻ പോവാണ്. ഇപ്പോൾ അതിൻ്റെ സൈസ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വല്ല ബ്ലഡ് ഡൊണേഷൻ്റെ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രോഷറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് വിചാരിക്കുക. അപ്പം അതിലെന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ഈ ഒരു സ്ലൈഡാണ് ഇഷ്ടപ്പെട്ടത്. ഇതിലാണ് ഞാൻ ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള ഒരു ടോപ്പിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡിങ് പറ്റില്ലല്ലോ, അപ്പോൾ നമുക്ക് വേറെ ഹെഡിങ് ആഡ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുക. ഇതിൽ ജസ്റ്റ് ആ ബ്രോഷറിൽ കാണിക്കുന്ന ആ ഒരു ടൈപ്പ് ചെയ്ത അവിടുത്തെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ വയലറ്റ് കളറിൽ സെലക്ട് ആയിട്ട് വരും. അത് ജസ്റ്റ് അപ്പോൾ നമ്മുടെ എന്താ പറയുക അതിൻ്റെ അടിയിൽ ഫോണ്ട്, ടെക്സ്റ്റ് സ്റ്റൈല്, ഫോണ്ട് സൈസ്, കളറ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കാണാം. ഇപ്പോൾ ഞാൻ അവിടെ റെഡിങ്കിൽ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്, ഇതേപോലെ കാണാം ജസ്റ്റ് അതുമ്മേ ക്ലിക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ഫോണ്ട് ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള സ്റ്റൈല് ഇപ്പോൾ ഇതിൽ ഭയങ്കര ബോൾഡ് ആക്കിയിട്ട് വലിയ ഹെഡിങ്ങിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു സ്റ്റൈല് മാറ്റണം, എനിക്കിത് വേറെ രീതിയിൽ എഴുതണം. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഫോണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത സ്ലൈഡിൽ വട്ടം അടിച്ചിട്ടിട്ടുണ്ട് ഞാൻ റെഡിൽ. മറ്റേ കുറേ ഈ ഫോണ്ട് സ്റ്റൈലുകളുടെ പേരുകളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഈ കോഡിക് പ്രോ, അരിമോ, പിന്നെ അതുപോലെ തന്നെ ടൈംസ് 2 ന്യൂ റോമൻ, അങ്ങനത്തെ കുറേ എന്താ പറയുക ഫോണ്ട് സൈസുകൾ അല്ല ഫോണ്ട് സ്റ്റൈലുകളൊക്കെ കാണാം. അങ്ങനത്തേൽ ഏതാണോ അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അതിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റത്തെ ക്ലിക്ക് ചെയ്താൽ ആ സെലക്ട് ചെയ്ത ഭാഗത്ത് അക്ഷരങ്ങൾ ഇങ്ങനെ ചേഞ്ച് ആണതും പല രീതിയിൽ വരുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ മാറുന്നത് നമുക്ക് ഏതാണോ നമ്മുടെ ഒരു ടോപ്പിക്കിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ഒരു സ്യൂട്ടായിട്ട് തന്നെ അവിടെ എത്തുമ്പോൾ നമ്മൾ അവിടെ സൈഡിലായിട്ട് തന്നെ ഒരു വൈറ്റ് കളറിൽ ടിക്ക് മാർക്ക് കാണാം. ആ ടിക്ക് മാർക്ക് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, അത് അറ്റാച്ച് ആയിട്ട് വരും. അതാണ് ഈ ഫോണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നിങ്ങളുടെ കയ്യിൽ അത് ശരിയാവുന്നുണ്ടോ നോക്കോ.
ഫോണ്ടിന്റെ ശരിയാവുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ, ഓക്കെ. അവർ ചെയ്യുന്നുണ്ടോന്ന് അറിയാം. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന ചെയ്യട്ടെ ഞാൻ? ആൾക്കാരൊന്ന് ഒന്ന് പറയട്ടോ. അപ്പോഴാണ് ഇനി അത് ഫോർവേഡ് ചെയ്യുമ്പോഴേക്കും അവർക്ക് മനസ്സിലായോ എന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. മുമ്പത്തെ ഏതെങ്കിലും സ്ലൈഡുകൾ എടുത്ത് കാണിക്കണമെങ്കിൽ കാണിക്കാം കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഫോണ്ട് കൊണ്ടിട്ടുള്ള നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഫോണ്ട് ഉപയോഗിച്ചെന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം അതിൽ നെക്സ്റ്റ് ടൂളാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ കളർ ടൂൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗിക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പേജിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ അതിൽ കളർ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ തന്നെ തൊട്ടപ്പുറത്ത് കാണാം കളർ എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ ഫോണ്ട് സൈസിൻ്റെ തൊട്ടപ്പുറത്ത് എ എന്നുള്ള ഒരു അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ കളർ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണ്. ആ കളർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഇനേബിൾ ചെയ്യുമ്പോൾ ഇതിൽ കുറേ കളറുകൾ കാണാം. ഇപ്പം ഇതിൽ ഫോണ്ട് കളർ എന്ന് പറയുന്നത് ഏതാ? ബ്ലാക്ക് കളറിലാണ് കാണുന്നത്. ഇപ്പം നമുക്കത് ബ്ലൂവോ റെഡോ ഗ്രീനോ അങ്ങനെ ഇഷ്ടമുള്ള കളറിലേക്ക് ആക്കണമെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഫോണ്ട് കളർന്ന് എഴുതിയെടുത്ത് മറ്റേ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ പതുക്കെ എന്താ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ പല പല കളറുകൾ കാണും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ടിക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു എന്താ പറയുക ഹെഡിങ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കളർ അവിടെ പേസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് അങ്ങനെ കളറ് ആ ഒരു ഹെഡിങ്ങിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഹെഡിങ്ങിൻ്റെ മാത്രം വേണമെന്നില്ല. ഇപ്പം നമുക്ക് വേറെ ഇപ്പം നമ്മൾ അതിൻ്റെ അടിയിൽ കുറേ ഇപ്പം ചിലപ്പോൾ ഒരു സ്ഥലത്തെ ഏതെങ്കിലും ഒരു പരിപാടീനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രോഷറാണ് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പ്ലേസ് ഡേറ്റ് ഇതൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ. അപ്പം അതിനൊക്കെ വെവ്വേറെ കളറുകളാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഫോണ്ട് കളർ ജസ്റ്റ് ഫോണ്ടിൻ്റെ അത് സെലക്ട് ചെയ്യുക. ആ കളർ ഓപ്ഷനിൽ ഇപ്പോൾ ഡേറ്റിന് ബ്ലൂ കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂവിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഡേറ്റിൻ്റെ അവിടെ ബ്ലൂ കളറാവും. സെലക്ട് ചെയ്യണം നമ്മൾ. ഫുള്ള് സെലക്ട് ചെയ്താലാണ് അത് ചേഞ്ച് ആവുള്ളൂ. സെലക്ട് ചെയ്തിട്ട് ഫോണ്ട് കളറിൽ ഇഷ്ടപ്പെട്ട കളർ ഞെക്കുക, ടിക്ക് ചെയ്യുക. അങ്ങനെയാണ് ഓരോന്നും മാറ്റാൻ പറ്റുക. അതാണ് ടെക്സ്റ്റ് കളറിൽ ടെക്സ്റ്റിൽ എങ്ങനെ കളർ ചേഞ്ച് ആവണു എന്നുള്ള ഓപ്ഷനാണ് ഫോണ്ട് കളർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രോഗ്രാമിന് എന്തെങ്കിലും ഇൻവിറ്റേഷൻ കാർഡ് അങ്ങനെ എന്തെങ്കിലുമാണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രൂപത്തിലേക്ക് മാറ്റണമല്ലോ. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്രോഷറാണ്. അപ്പോൾ നമുക്ക് ആ രൂപത്തിലേക്ക് മാറ്റണമെങ്കിൽ ഇതിൻ്റെ ഹെഡിങ്ങുകളായാലും ഇതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മാറ്റി നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇൻഫോർമേഷൻസുകൾ ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഫോണ്ടിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് തിരഞ്ഞെടുക്കാണ് വേണ്ടത്. ഏത് വലുപ്പത്തിലാണ് വേണ്ടതെന്ന് നമ്മൾ ആദ്യം തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ പഴയ സ്ലൈഡിലേക്ക് വരിക. എന്നിട്ട് നമുക്കിപ്പോൾ ഇതിൽ ഞാൻ മാറ്റിയിട്ടുള്ളത് മുകളിലെ ഒരു ആനുവൽ റിപ്പോർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഞാൻ എടുത്തിട്ടുള്ള സ്ലൈഡിൽ കാണുന്നത്. പക്ഷെ എനിക്കത് വേണ്ട.
അത് വേണ്ട, അതിന് പകരം എനിക്ക് ജസ്റ്റ് ഒരു പേരാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമാണ് ടൈപ്പ് ചെയ്യാനുള്ളത്. ഇതല്ല എനിക്ക് ടൈപ്പ് ചെയ്യാനുള്ളത്, എനിക്ക് വേറൊരു കാര്യമാണ്. അപ്പൊ ജസ്റ്റ് അതുമ്മ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ സാധാ ചാറ്റ് ചെയ്യണ ബോക്സില്ലേ അത് വരും. അതിൽ നമ്മൾ ബാക്ക് അടിച്ചിട്ട് ആ ചാറ്റ് കളയാം. ഇതിൽ എഴുതിയിട്ടുള്ള ആനുവൽ റിപ്പോർട്ടർ എന്ന് പറഞ്ഞുള്ളത് കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശിച്ച സംഭവം അവിടെ വരും. അപ്പൊ ഞാനിത് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് ജസ്റ്റ് ഒരു എക്സ് എന്നുള്ള ഒരു ജസ്റ്റ് ഒരു പേര് കൊടുക്കാൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അവിടെ കൊടുത്തു. അത് എന്നിട്ട് കൊടുത്തപ്പോൾ മാറിയതാണ് അതിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് അവിടെ ഡേറ്റ് വേണ്ട, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹെഡിങ് ഇപ്പൊ ഇവിടെ ഒന്നും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് അത് അപ്പൊ അതിന്റെ മുകളിൽ കുറെ ഓപ്ഷൻസ് കാണാം. ഒരു പെൻസിലിന്റെ, അതുപോലെ തന്നെ ഒരു സ്ക്രീൻഷോട്ട്, ഒരു എന്താ പറയാ അഡീഷണൽ ഒരു പിക്ചർ ആഡ് ചെയ്യാള്, ഒരു വേസ്റ്റ് ബിൻ അങ്ങനെ കാണാം. അപ്പൊ ആ വേസ്റ്റ് ബിന്നില് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം ആനുവൽ റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ അത് മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്ത് പോവും. അവിടെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് എവിടെയാണോ വേണ്ടത് മാത്രം എന്താ ചെയ്യുക, വേണ്ടാത്തത് കളയണമെങ്കിൽ ഈ ജസ്റ്റ് അതുമ്മ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ വേസ്റ്റ് ബിന്നുമ്മ ജസ്റ്റ് തൊട്ടഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പൊക്കോളും. ഇനി നമുക്ക് വേറെ വല്ലതും ഇപ്പൊ നമുക്ക് പഴയത് തിരിച്ചു പിടിക്കണമെങ്കിൽ മുകളിൽ തന്നെ ഒരു ആരോ മാർക്ക് കാണും. ആ ആരോ മാർക്കുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയതുകളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇനേബിൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതാണ് ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്ന് പറയണത് ഫോർമാറ്റ് ഓപ്ഷൻ. ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ടൂൾ ബോക്സിൽ തന്നെ നമുക്ക് കാണാം ഫോർമാറ്റ് എന്ന് പറയുന്നത്. ആ ഫോർമാറ്റുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ വരുന്നതാണ് അടിയിൽ കൊടുത്തിട്ടുള്ള ബി എന്നുള്ള ബോൾഡ് ലെറ്റർ. ഇപ്പൊ നമ്മളിപ്പോ ഗ്രാൻഡ് ഫൗണ്ടിങ് പ്രപ്പോസൽ എന്ന് പറഞ്ഞുള്ള ഹെഡിങ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഹെഡിങ്ങിലാണ് എനിക്ക് വ്യത്യാസം വരുന്നത്. അപ്പൊ അത് ഭയങ്കര തിക്കാക്കണമെങ്കിൽ ഈ ബോൾഡ് എന്നുള്ള ഒരു ഓപ്ഷൻ, അതാണ് ബി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ബിയിൽ നിൽക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഭയങ്കര ബോൾഡായിട്ട് നന്നായി ഒരു ഇതിൽ കാണാൻ പറ്റും. നന്നായി നല്ല വിസിബിൾ ആയിട്ട് നല്ല ഇതിൽ കാണാൻ പറ്റണമെങ്കിൽ ബോൾഡ് ഞെക്കണം. ഇനി അടുത്തത് ഐ എന്ന് പറയുന്നത് ഇറ്റാലിക്സ് ആണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇതില് അക്ഷരങ്ങളൊക്കെ നേരെ നിൽക്കണ പോലെയാണ് തോന്നുന്നത്. ഇനി നമുക്കത് ചെറുതായിട്ട് ചെരിക്കണമെങ്കിൽ ഇറ്റാലിക്സ് എന്താ പറയാ ക്ലിക്ക് ചെയ്താൽ മതി. ആ ഇറ്റാലിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ എഴുതിയിട്ടുള്ള ആ ഹെഡിങ് ചെരിഞ്ഞ രീതിയിലാണ് കാണുക. ഇനി അടുത്തത് യു എന്ന് പറയുമ്പോൾ അണ്ടർലൈൻ ആണ്. ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ള ഹെഡിങ്ങിന്റെ അടിയിൽ വരയ്ക്കണമെങ്കിൽ ഈ യു ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓരോത്തിന്റെ അടിയിൽ ഇങ്ങനെ വര വരും. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ സ്മോൾ എ ക്യാപിറ്റൽ എ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതെന്ന് പറയണത് ഈ തന്നിട്ടുള്ള ഹെഡിങ് ഉണ്ടല്ലോ, ഇത് മൊത്തം ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് കാണുന്നത്. ഇനി നമുക്കത് സ്മോൾ ലെറ്റേഴ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് തന്നെ സ്മോൾ ലെറ്റർ ആയിക്കോളും. ഇനി അല്ല നമുക്ക് ഫസ്റ്റത്തെ ലെറ്റർ മാത്രം ക്യാപിറ്റൽ ബാക്കിയൊക്കെ സ്മോൾ ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ജസ്റ്റ് വേറെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ വരും. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ബോൾഡ് എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടി കട്ടി കൂട്ടാനും അത് ഇത്തിരി കൂടി ബ്രൈറ്റ് ആയിട്ട് ഇത്തിരി കൂടി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ബോൾഡ്. ഇറ്റാലിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഓപ്ഷൻ ചെരിഞ്ഞ് ആ ഒരു ഇത് ചെരിഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇറ്റാലിക്സ്. യു എന്ന് പറയുന്നത് അണ്ടർലൈൻ, ആ ഒരു എന്താ പറയുക ഹെഡിങ് അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ യു എന്നുള്ള ഓപ്ഷനിന് ക്ലിക്ക് ചെയ്യുക. പിന്നെ എ സ്മോൾ എയും ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ വേണോ സ്മോൾ ലെറ്ററിൽ വേണോ നിങ്ങളുടെ ഹെഡിങ് എന്ന് പറയുന്നത് തീരുമാനിക്കുക. ആ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി അതിൻ്റെ അടിയിൽ കുറെ വരകൾ കാണാം. അപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു വരകൾ കാണാൻ പറ്റും. ഈ ഒരു വര എന്ന് പറയുന്നത് ഇപ്പൊ ഇതെന്ന് പറയുന്നത് ഇതിലെ ലെറ്റേഴ്സുകളൊക്കെ കണ്ടോ, ജി എഫ് പി തുടക്കത്തിലുള്ള ഈ ലെറ്റേഴ്സ് ഇതൊക്കെ ഒരേ ലൈനിലാണ് വരുന്നത്. ഇങ്ങനെ ഒരേ ലൈനിൽ വരണമെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതൊക്കെ ഒരു ലൈനിലായിട്ട് വരും. ഇനി ഈ സെക്കൻഡ് ഓപ്ഷൻ ഇതാണ് ക്ലിക്ക് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഇപ്പോൾ ഈ ഗ്രാൻഡ് എന്ന് പറയുന്നത് ഇവിടെ വരും. ഇനി ഫൗണ്ടിങ് എന്ന് പറയുന്നത് ഇങ്ങനെ, പിന്നെ പ്രപ്പോസൽ എന്ന് പറയുന്നത് ഇങ്ങനെ. അപ്പം ഇങ്ങനെ ഒരു പിരമിഡ് പോലെ വരുന്നതാണ് ആ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഒരു സൈഡിലേക്കാണ് ഇതൊക്കെ ഒരേപോലെ കാണുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഒരേപോലെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെറ്റേഴ്സുകൾ ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഒരേ ലൈനിലേക്ക് വന്ന് നിൽക്കും. അതാണ് ഈ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുകളൊക്കെ സെന്ററിൽ ഒരേപോലെ വരണമെങ്കിൽ ഈ ലാസ്റ്റ് ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇതൊക്കെ ഒരേപോലെ വരും.
അതാണ് എന്തെന്ന് പറയുന്നത് ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഹെൽപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അതിൻ്റെ അടിയിൽ തന്നെ ഓരോ ഡോട്ട് ഇട്ടിട്ടുള്ളത് കാണാം നിങ്ങൾക്ക്. ഒരു മിനിറ്റ്, സ്ക്രീൻ ഒന്ന് സ്റ്റക്കായി. ഓക്കെ, ലാസ്റ്റ് 3 ഡോട്ട് ഇട്ടിട്ടുള്ള ഇങ്ങനെ വരച്ചിട്ടുള്ളത് കാണാം. അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് ഇപ്പോൾ ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾ കാണില്ലേ, അതുപോലെ അങ്ങനെ ആക്കണമെങ്കിൽ ഈ ഒരു ഫസ്റ്റത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുള്ളറ്റ് പോയിന്റ് വരെ കാണും. ഇനി ആ ബുള്ളറ്റ്സിന് പകരം നമുക്ക് 1 2 3 എന്നുള്ള ഒരു എന്താ പറയുക അതുപോലെയാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 എഴുതിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്താൽ 2 എന്ന് എഴുതും. അവിടെ നമുക്ക് ഇഷ്ടമുള്ളത് എൻ്റർ ചെയ്യുക. പിന്നെ അങ്ങനെ 1 2 3 ഓർഡറിൽ നമുക്ക് എവിടെ എത്രയാണ് ആവശ്യം അവിടെ വരെ അങ്ങനെ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഫോർമാറ്റിൽ കാണാം. അപ്പോൾ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈന്, പിന്നെ ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ വേണോ സ്മോൾ ലെറ്ററിൽ വേണോ, ഇതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, ഇത് ബുള്ളറ്റിൽ വേണോ 1 2 3 ഫോമിൽ വേണോ, അതൊക്കെ നമ്മൾ എന്താ പറയുക ചേഞ്ച് ചെയ്യുന്നതൊക്കെ ഈ ഫോർമാറ്റ് ഉപയോഗിച്ചിട്ടാണ്. അതാണ് ഫോർമാറ്റിൻ്റെ ഉപയോഗം. ഇനി അടുത്തതാണ് സ്പേസിംഗ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇത് നിങ്ങൾ ഞാൻ പറയുന്ന അനുസരിച്ച് ആ ടൂൾ ബോക്സിൽ സൈഡിലേക്ക് നീക്കിയാലാണ് ഇതൊക്കെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ സ്പേസിങ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക മെയിൻ ഹെഡിങ് അവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എന്നിട്ട് സ്പേസിങ് ഞെക്കുമ്പോൾ ലെറ്റർ സ്പേസിംഗ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ ലെറ്റർ സ്പേസിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഗ്രാൻഡ് ഫൗണ്ടിങ് പ്രപ്പോസൽ എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്ററുകൾ ഉണ്ടല്ലോ, അത് ഇവിടെ കാണുന്ന ഒരു വൈറ്റ് സർക്കിൾ കാണാം. ഇതുമേ ഇവിടെ ഒരു വൈറ്റ് സർക്കിൾ കാണാം. ഈ സർക്കിള് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇവിടെ വ്യത്യാസങ്ങൾ വരും. ഇതിന്റെ സ്പേസിങ് ഇങ്ങനെ കൂടി കൂടി വരും. ഇത് ഇങ്ങോട്ട് പോകാൻ കഴിഞ്ഞാൽ കുറഞ്ഞു വരും, ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞാൽ സ്പേസിങ് കൂടി വരും. അതാണ് ലെറ്റർ സ്പേസിംഗ് എന്ന് പറയുന്നത്. ഇനി ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത് ഈ 3 എണ്ണം ഇപ്പൊ അടുപ്പിച്ചിട്ടാണ് കാണുന്നത്. ഇനി ഇത് നമ്മൾ മൂവ് ചെയ്യണനുസരിച്ച് ഇപ്പൊ ഇങ്ങോട്ട് പോകുമ്പോൾ കുറഞ്ഞു വരും, ഇങ്ങോട്ട് വരുമ്പോൾ കൂടി വരും. അപ്പൊ ഇതില് ഈ 3 എണ്ണം ഇങ്ങനെ അകന്ന് എന്താ പറയാ കാണാം. അതാണ് ഈ ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത്. ഇനി ആങ്കർ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു എഴുതിയിട്ടുള്ളത് അടിയിലേക്ക് പോണെങ്കിൽ ഈ ഫസ്റ്റത്തെ ക്ലിക്ക് ചെയ്യുക. ഇത് മുകളിലേക്ക് അടിയിലേക്ക് ഒരു സെന്റർ ലൈൻ അയച്ചു കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യുക. മുകളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതാണ് എന്തെന്ന് പറയുന്നത് സ്പേസിംഗ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എഫക്റ്റ്. ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു എന്താ പറയാ ഈ ഒരു ഹെഡിങ് നമുക്ക് പല മോഡലിലാക്കണമെങ്കിൽ ഈ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതില് എഫക്റ്റുകൾ വരും. അതുപോലെ തന്നെ ഗ്ലോ എന്ന് പറയുന്നതിൽ ഇപ്പൊ ഇതിൽ എന്നെ കാണുന്ന പോലെ ഇതിൽ വ്യത്യാസങ്ങൾ വരും. ഇപ്പൊ ഇത് ഒരു ബ്ലർ ആയിട്ടുള്ള രീതിയിലാണ് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോ, അതുപോലെ തന്നെ ഒരു ഫെയ്ഡ് ആയിട്ടുള്ള രീതിയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എക്കോ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണാതില്ല. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വ്യത്യാസങ്ങൾ വരുന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെടും. എന്നിട്ട് അത് നമ്മൾ ടിക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. അതാണ് എഫക്റ്റ്. ഇനി അടുത്തത് ട്രാൻസ്പാരൻസി. ഇപ്പൊ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള സ്ലൈഡ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ്. ഇനിയല്ല നമുക്ക് ഒരു പിക്ചറുകളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്ലൈഡാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്ന വേർഡ് ആ ഒരു പിക്ചറായിട്ട് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പാരൻസി ഉപയോഗിച്ചിട്ട് നമുക്ക് അതായിട്ട് എന്താ ചെയ്യാം, ലിങ്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഇപ്പൊ ഇത് അറ്റാച്ച് ചെയ്തത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ശ്രദ്ധിക്കില്ല. ഇനി ചിലതുകളൊക്കെ നമ്മൾ വേറെ എടുത്ത് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ അറ്റാച്ച് ചെയ്തതും ബാക്ക്ഗ്രൗണ്ടുകളും നമ്മൾ പെട്ടെന്ന് എടുത്ത് കാണിക്കും. ഇത് ഇപ്പൊ നമ്മൾ അറ്റാച്ച് ചെയ്തതാണെന്ന് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ തിരിച്ചറിയാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായിട്ട് ലിങ്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ട്രാൻസ്പാരൻസി. അപ്പൊ ഈ ട്രാൻസ്പാരൻസി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം നമ്മൾ റൈറ്റിംഗ് കൊടുത്തിട്ടുള്ളത് കാണാം. ഇവിടേക്ക് എന്ന് പറയുമ്പോൾ കുറച്ചിട്ടുള്ള രീതിയിൽ, ഇവിടേക്ക് എന്ന് പറയുമ്പോൾ കൂട്ടും. അപ്പൊ ഇത് ഇങ്ങനെ നീക്കണ അനുസരിച്ചിരിക്കും ഇവിടെയുള്ള ചേഞ്ചുകൾ വരിക. ഓക്കെ, അതാണ് ഈ ട്രാൻസ്പാരൻസി എന്ന് പറയുന്നത്.
അപ്പൊ ഇതുവരെ ഉള്ളതെന്ന് പറയണത് ഇപ്പൊ നമ്മള് ഫോണ്ട് സൈസ് എങ്ങനെയും ചേഞ്ച് ചെയ്യാന്ന് മനസ്സിലായി. ഫോണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യുക, ലെറ്ററുകളൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യണം, ആ ലെറ്ററുകൾക്കൊക്കെ കളറുകൾ എങ്ങനെ കൊടുക്കാം, സ്പേസിങ് എങ്ങനെ ചെയ്യാം, സൈസ് എങ്ങനെ കൂട്ടാം. ഇപ്പൊ നമുക്ക് ആ തന്നിട്ടുള്ള ഗാലറിന്ന് നമ്മുടെ ഗാലറിന്ന് ഇഷ്ടമുള്ള ചിത്രങ്ങളൊക്കെ എങ്ങനെ ആ ഒരു പേജിൽ പേസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇത്ര നേരം നോക്കിയത്. ഇപ്പൊ ഇവിടം വരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതില്ലേ ആ ട്രാൻസ്പാരൻസി എന്ന് പറഞ്ഞത് അത് എവിടെയും കാണില്ലല്ലോ. അത് ടൂൾ ബാറിൽ നീക്കിയ കാണാം. ലാസ്റ്റ് കിടക്കുന്നത് ആ ടീ ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണത്, ലെറ്റേഴ്സിനെ ആ ആ സ്പേസ് കൊടുക്കണം, അത് മാത്രമേ ഉള്ളൂല്ലോ. അതെ, അതെന്താണാവോ? ഒന്നും കൂടി നോക്കി നോക്കൂ. എൻ്റെ പക്ഷെ കാണുന്നുണ്ട്. ബാക്കിയെല്ലാം കാണുന്നുണ്ടോ? ആ ടീ വരെ കണ്ടു. അതെ, അപ്പൊ ഞാൻ എൻ്റെ ഒന്ന് എടുത്ത് നോക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നോക്കി കാണിച്ചു തരാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇമേജുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ക്യാൻവ തുറന്ന് കാണിച്ചു തരാം. ആ ഓക്കെ, അപ്പോൾ ഇവിടം വരെ ഉള്ളത് ബാക്കി കണ്ടൂല്ലേ? ട്രാൻസ്പാരൻസി മാത്രമല്ല കാണത്തുള്ളൂ. അതിന് മുന്നേ എന്താ പറഞ്ഞില്ലേ, എന്താണ് ഇതാണോ എഫക്റ്റ്? എഫക്റ്റ് അല്ലേ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അത് കണ്ടില്ല. കാണിച്ചു തരാം. അപ്പൊ ഇനി നമ്മള് എന്താ പറയാ, ഇതൊക്കെ ഓപ്ഷനുകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ നമുക്കൊരു എന്താ പറയാ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ ബ്രോഷർ റെഡി ആയിട്ടുണ്ടാവും. ഇനി അത് നമുക്കത് ഇതിന്റെ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംഭവം ഇപ്പൊ നമുക്ക് എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഫോണ്ട് സൈസ് മാറ്റി, ഫോണ്ട് കളർ മാറ്റി, ഇഷ്ടമുള്ള രീതിയിലൊക്കെ ആക്കി കഴിഞ്ഞു. ഇനി നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് മുകളിൽ തന്നെ ഒരു ഓപ്ഷൻ കാണാം. ഇപ്പൊ ഞാൻ റെഡ് കൊണ്ട് വരച്ചിട്ടിട്ടുണ്ട്. ആ രണ്ട് ഓപ്ഷൻ വഴിയാണ് എന്ത് ചെയ്യുക, ഇത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇമേജ് ഇങ്ങനെ ഒരു വാട്ടർ പോലത്തെ സംഭവം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി പോണ പോലെയായിട്ട് കാണാം. അങ്ങനെ ജസ്റ്റ് അങ്ങനെ അത് ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷെയർ ഓപ്ഷൻ വരും. വാട്സപ്പിലേക്കാണോ ഫേസ്ബുക്കിലേക്കാണോ അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് അതിങ്ങനെ കാണിക്കും. അപ്പോൾ നമുക്ക് വാട്സപ്പിലേക്ക് ആണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഞെക്കുക. പിന്നെ നമുക്ക് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്താലോ ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഗാലറിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിട്ടാവും വാട്സപ്പിലേക്ക് സേവ് ചെയ്യുക. അങ്ങനെ സേവ് ആവാൻ പറ്റും. അതാണ് ആ രണ്ട് ഓപ്ഷൻ. ഇതിൽ രണ്ട് ഓപ്ഷനും ഇനേബിൾ ചെയ്താലും സേവ് ആവും. ഓക്കെ, ഇനി ഈ വേറൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് തന്നെ എന്നിട്ട് അപ്പുറത്തെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ ഞെക്കുമ്പോൾ ഇങ്ങനെയാവും തുറന്നു വരിക. അതിൽ ഡൗൺലോഡ് ഞെക്കിയാലും നമ്മുടെ ഗാലറിയിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു വാട്ടർ പോലത്തെ സംഭവം നമ്മുടെ ഇമേജ് ഇങ്ങനെ കാണിച്ചിങ്ങനെ മുകളിലേക്ക് ഒഴുകി പോണ പോലെ കാണിച്ച് അത് ഫില്ലായിട്ട് ഷെയർ എന്നുള്ള ഓപ്ഷൻ തന്നെ വരും. ആ ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പിലേക്കോ ഗാലറിയിലേക്കോ ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. ഈ രണ്ട് എന്താ ബട്ടണുകളാണ് ഉപയോഗിക്കുക. അടുത്തതെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഈ ക്യാൻവയിൽ ചെയ്തിട്ടുള്ള ബ്രോഷറാണ്. ഇതൊരെണ്ണം കാണുന്നുണ്ടോ?
ഇതിൽ ഫോണ്ട് സൈസ്, ഫോണ്ട് കളർ, ഇമേജസ്, അതുപോലെ ഡേറ്റ്, അതൊക്കെ ഒക്കെ ചെയ്തിട്ടുള്ളത് ഒക്കെ ക്യാൻവ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫോണ്ട് സൈസ് ഒക്കെ ചെയ്തിട്ടുള്ളത് ടൂൾ ബാറിൽ ഫോണ്ട് സൈസ് ഉപയോഗിച്ചിട്ട്, പിന്നെ ഫോണ്ട് കളർ മാറ്റി, പിന്നെ നമ്മൾ ഗാലറിയിൽ നിന്ന് ഗൂഗിളിൽ നിന്ന് തന്നെ ഞാൻ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്തു. അത് പിന്നെ അതിൻ്റെ അടിയിലുള്ള ഡേറ്റിൻ്റെയും അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ഒക്കെ ഒരു ചിഹ്നങ്ങളൊക്കെ കാണാം. അത് എലമെൻസിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റിൻ്റെ എംബ്ലം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഡേറ്റിൻ്റെ എംബ്ലം വരും. അത് നമുക്ക് അത് പെയ്ഡ് ആണോ ഫ്രീ ആയിട്ട് കിട്ടണതാണോ നമുക്ക് നോക്കിയിട്ട് വേണം ഇതിൽ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത് ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസുകളാണ്. അത് ഞെക്കി നമുക്ക് ഇപ്പോൾ എനിക്ക് ഇവിടെ വെക്കാനാണ് കൂടുതൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് അത് ഇങ്ങനെ ചെറുതാക്കി സൈസ് കുറച്ച് വയ്ക്കുക. പിന്നെ ടെക്സ്റ്റ് സ്റ്റൈലിൽ പോയിട്ട് ടെക്സ്റ്റ് എടുക്കുക, നമുക്ക് ആവശ്യമുള്ള ഡേറ്റ് അടിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു അടുത്തത് ബ്ലാങ്ക് പേജ് എടുത്തിട്ട് ഒന്ന് എങ്ങനെ ചെയ്യാന്ന് കാണിച്ചു തരുമോ? അടുത്തതെന്ന് പറയണത് ഈ ഒരു ഇതെന്ന് പറയണതും ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ചെയ്തതാണിത്, ടൈപ്പ് ചെയ്തിട്ട്. ഇത് എന്ന് പറയണത് ഇപ്പം നമുക്ക് മെനു കാർഡ് ഒക്കെ ഇല്ലേ, ഹോട്ടലിലത്തെ മെനു കാർഡ്, അതൊക്കെ നമുക്ക് ഈ ബ്രോഷർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇത് നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോംവർക്ക് പോലെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഒരു ബ്രോഷർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബ്ലഡ് ഡൊണേഷൻ എന്നാണ് ടോപ്പിക്ക്. അത് റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ബ്രോഷർ ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള അതിൽ ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസുകൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൽ ചില ഡൗട്ടുകൾ ചോദിച്ചു, അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? മനസ്സിലാവായ എങ്ങനെ ഉണ്ടായിരുന്നു? ഡൗട്ട് ഉണ്ടോന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ സ്പീഡ് കൂടുതലുണ്ടായിരുന്നോ? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ക്യാൻവയിലൊന്ന് നോക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു സ്ലൈഡിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്താ ടൂൾ ബാർ കാണാം, ടെംപ്ലേറ്റ്. ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളത് യുവർ ഡിസൈൻസിൽ നിന്നാണ് എടുത്തത്. ഞാൻ ഓൾറെഡി ഇത് ചെയ്ത് വെച്ചത് തന്നെ എടുത്തത്. വീണ്ടും നിങ്ങൾ ടൈപ്പ് ചെയ്താലും ജസ്റ്റ് കിട്ടും, ബ്രോഷറിന് അടിച്ചു കഴിഞ്ഞാലും കാണും. അങ്ങനെ എടുത്ത് കാണിച്ചായിരുന്നോ? ബ്രൗസറിന്ന് എടുക്കുമ്പോ മറ്റെല്ലാ കാര്യങ്ങളും അതിൽ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഹോട്ടലിന്റെ മെനു ആയാലും വേറെ കാർട്ടൂൺ ആയാലും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അങ്ങനത്തെ അത് നമ്മൾ അങ്ങനെ മെൻഷൻ ചെയ്യണത്. ഇപ്പൊ ഒരു നോട്ടീസ് അടിക്കാൻ വിചാരിച്ചോ, അപ്പൊ അത് എടുക്കുക, നോട്ടീസ് എടുക്കുക. മറ്റേ ബ്രോഷറിന് അടിച്ചാൽ മതി, അപ്പൊ വരും. ബ്രോഷറിന് അടിച്ചു, എന്നിട്ട് സെർച്ച് ചെയ്യാം. കണ്ടോ വന്നത്?
ഇതിൽ ഇഷ്ടമുള്ളത് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ആഡ് ചെയ്താൽ മതി. അല്ല ഇവിടെ ഇങ്ങനെ നോട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടീസ് അടിക്കാം. ഇതില് ഇപ്പൊ ഒരു കടയുടെ നമുക്ക് പരസ്യമിടണമെന്ന് വിചാരിച്ചോ, അതിലുള്ള സാധനങ്ങളും അങ്ങനൊക്കെ ഇടയ്ക്ക്, അപ്പൊ അതിനെന്തെടുക്ക? അതില് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടെംപ്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. എന്നിട്ട് നമുക്ക് അതിൽ ഓരോന്ന് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിൽ ഓരോ സ്ഥലത്തും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു മോഡല് ഇപ്പോൾ ഇതേപോലെ കണ്ട കുറേ നോട്ടീസുകൾ, ഇതിൽ ഏതെങ്കിലും ഒരു മോഡൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്താൽ മതി. എന്നാ പിന്നെ അങ്ങനെ ഒന്ന് കാണിച്ചു തരൂ. എന്തിട്ടാ വേണ്ടേ? ഇതിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേറെ ആഡ് ചെയ്യാന്. ഇന്ന് കാണിക്കും. ഇതെടുക്കാം. ഓക്കെ, ഇതിലിപ്പോൾ ഞാൻ വേറെ വല്ല പിക്ചർ ആഡ് ചെയ്യണതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഇതിൽ ഗാലറി എടുത്തിട്ട് നമ്മുടെ ഗാലറികളാണ് ഓപ്പൺ ആയി വരിക. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു സംഭവമാണ് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ആഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫോൺ സൈസ് കൂട്ടണമെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യണമെന്നൊക്കെ ടെക്സ്റ്റ് എടുക്കുക. ഇപ്പോൾ ഒരു സ്മോൾ ഹെഡിങ് കഴിഞ്ഞാൽ സബ് ഹെഡിങ്ങിൻ്റെ അവിടെ നിൽക്കുക. എന്നിട്ട് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫോണ്ട് സൈസ് കൂട്ടണമെങ്കിൽ ഇതിങ്ങനെ നീക്കുക. എന്നിട്ട് ഇവിടെ 32 PT എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ ഫോണ്ട് സൈസ് കൂടും. ഇനി അതിൻ്റെ ടെക്സ്റ്റ് സ്റ്റൈലാണ് മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ഹെഡിങ് ടൈപ്പ് ആണെങ്കിൽ ഹെഡിങ് ടൈപ്പ് ആവും. സബ് ഹെഡിങ് ടൈപ്പ് ആണെങ്കിൽ അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാക്കുക. ടിക്ക് ചെയ്യാം. ഇനി അതിനെ ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കുക. ഇറ്റാലിക്സിലാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അതിൻ്റെ കളറ് മാറ്റാം. ഇപ്പോൾ ബ്ലൂ ആക്കണമെങ്കിൽ ബ്ലൂ ആക്കാം. ഇനി എലമെന്റ്സിൽ പോയിട്ട് നമുക്ക് വേറെ വല്ല ഇപ്പോൾ വല്ല ഷേപ്പുകളാ അല്ലെങ്കിൽ വല്ല ഫ്ലവറിൻ്റെ പിക്ചർ വേറെ ആഡ് ചെയ്യണം എന്നൊക്കെയാ. ഫ്ലവറിന് അടിച്ചു കൊടുത്തിട്ട് സെർച്ച് ചെയ്താൽ മതി. കുറെ ഫ്ലവറിൻ്റെ കാണാം. ഇതിൽ ഇങ്ങനെ ഒരു കിരീടം വെച്ചിട്ടുള്ളത് പെയ്ഡാ, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ പേയ്മെന്റ് ചെയ്താലേ എനിക്കത് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഫ്രീ ഉള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെടുക്കുക. ഈ പൂവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട അതവിടെ ജസ്റ്റ് വരും. ഇപ്പോൾ നമുക്ക് ഇവിടെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ
അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ വലുതാക്കാം, അങ്ങനെ ആഡ് ചെയ്ത് അങ്ങനെ വെക്കാം. കണ്ടോ? അപ്പം അത് നിൽക്കുമ്പോൾ നമുക്കതിൽ ട്രാൻസ്പാരൻസി കൊടുക്കണമെങ്കിൽ കണ്ടോ, ട്രാൻസ്പാരൻസി എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടോ? ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ, പൂവ് മറ്റേ ഇല്ലാതാക്കണമെങ്കിൽ ഇല്ലാണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്കത് തെളിഞ്ഞ് വരുന്ന രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാട്ടാം. ഇനി ഇതിനെ അനിമേഷൻ രൂപത്തിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പൂവ് ഇങ്ങനെ അടിയിൽ നിന്ന് വരുന്ന രീതിയിലാക്കണമെങ്കിൽ അത് അനിമേഷൻ കൊടുക്കുക, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇനിയല്ല സൈഡിൽ നിന്ന് വരുന്ന പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ഫെയ്ഡായിട്ട് വരണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഒന്നില്ലാണ്ട് പെട്ടെന്ന് വരില്ലേ, അങ്ങനത്തെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. പോപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ തള്ളി ഇങ്ങനെ നിൽക്കുന്ന രീതിയിലാക്കാം. ബ്ലറാക്കിയിട്ട് തെളിഞ്ഞ് വരുന്ന രീതിയിലാക്കാം. അതൊക്കെ അനിമേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഹലോ, ടീച്ചർ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായെന്ന് വെച്ചാ മനസ്സിലായി. ഇനി വല്ല ഡൗട്ട് ഉണ്ടോ? ആ ലാസ്റ്റത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് കിട്ടണില്ല എന്ന് പറഞ്ഞില്ലേ? ട്രാൻസ്പാരൻസി ഞാൻ കാണിച്ചുല്ലോ, കണ്ടില്ലേ? ജസ്റ്റ് ഇപ്പൊ ഞാനിപ്പോ ഒരു ഫ്ലവർ ആഡ് ചെയ്തത് കണ്ടോ? മനസ്സിലായി. അതുമ്മ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കാണാം, ട്രാൻസ്പാരൻസി എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാം. എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ എന്നിട്ട് അത് ഇങ്ങനെ സൈഡിലേക്ക് നീക്കുക, അപ്പോൾ കാണും ട്രാൻസ്പാരൻസി. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ ഉള്ള ഒരു ഹോംവർക്കാണ് കേട്ടോ. ബ്ലഡ് ഡൊണേഷൻ ടോപ്പിക് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ബ്രോഷർ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നോക്ക്. ഇപ്പൊ വല്ല ബ്ലഡിന്റെ ചിത്രങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇപ്പൊ നമ്മള് ഫ്ലവർ ആഡ് ചെയ്തില്ലേ, അതേപോലെ തന്നെ എലമെന്റ്സിൽ പോയിട്ട് ടൈപ്പ് ചെയ്തിട്ട് വല്ല ബ്ലഡിന്റെ ഇമേജ് ബ്ലഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിന്റെ ആയിട്ട് വരും. ഇനി ബ്ലഡ് കാണിക്കുന്ന വല്ല ബ്രോഷർ കാണിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് റിലേറ്റഡ് PPT എന്നോ അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റഡ് ബ്രോഷർ എന്നൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രോഷറുകൾ വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം.
ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സ്ലൈഡുകൾ കാണിച്ചു തരണോ? നമുക്ക് ഇത്രയുള്ള ബ്രോഷറിൽ ചെയ്യാൻ. അപ്പൊ വല്ലത് മുന്നേ എടുത്ത എല്ലാ സ്ലൈഡുകൾ കാണിച്ചു തരണമെങ്കിൽ കാണിച്ചു തരാം. അത് കാണിച്ചു തന്നോളൂ. ആദ്യം പുതിയ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഫസ്റ്റത്തേല് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ, രണ്ടാമത്തേല് നമ്മുടെ ടൂൾ ബാറുകൾ വരുന്ന ഒരു ഓപ്ഷൻ, തേർഡ് വൺ നമുക്ക് ഇഷ്ടമുള്ള ഒരു ബ്രോഷർ അല്ലെങ്കിൽ ഒരു സ്ലൈഡ് തിരഞ്ഞെടുത്തു. നമുക്ക് ഹെഡിങ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഫോർത്ത്. ഫിഫ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗാലറിയിൽ എടുത്ത് നമുക്ക് ഫോട്ടോസ് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. സ്ക്രീന് വലുതാക്കി കാണാൻ പറ്റില്ല. സ്ക്രീന് കുറച്ചുകൂടെ വലുതാക്കി കാണാൻ പറ്റുമോ? ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചു തരാൻ പറ്റുള്ളൂ, കാരണം ഇപ്പൊ ലാൻഡ്സ്കേപ്പിൽ ഇരിക്കണ ഫോണേ. ഞാൻ സൂം ചെയ്യാം, അപ്പൊ കാണുന്നുണ്ടോ നോക്കൂ. ഇപ്പൊ കാണുന്നുണ്ടോ? സൂം ചെയ്യുമ്പോ കാണാനുണ്ട്. ഓക്കെ. ഇതിൽ നമ്മൾ ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോണ്ടിന്റെ ഇത് മാറ്റാൻ പറ്റുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടിന്റെ ഇതാക്കാനൊക്കെ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഇത് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അടുത്തത് ടെക്സ്റ്റ്. നമുക്ക് ഏലത് ആഡ് ചെയ്യണമെങ്കിലോ റിമൂവ് ചെയ്യണമെങ്കിലോ ഉള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സാധാ ടൈപ്പ് ചെയ്യണ ബോക്സുമേ വലത് ചേഞ്ച് ആക്കണമെങ്കിൽ ടൈപ്പ് ചെയ്യുക. അല്ല ഇത് കളയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മുകളിലുള്ള വേസ്റ്റ് പിന്ന് പോലത്തത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അത് ഡിലീറ്റ് ആയി പൊക്കോളും. അടുത്തത് ഫോർമാറ്റ് ഓപ്ഷൻ. ബോൾഡ് ആക്കണമെങ്കിലോ ഇറ്റാലിക്സിലോ അണ്ടർലൈനിലോ ക്യാപിറ്റൽ ലെറ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആക്കണമെങ്കിൽ ഫോർമാറ്റ് ഉപയോഗിക്കാം. അടുത്തത് സ്പേസിങ് ഓപ്ഷൻ. ഇഫക്റ്റ്. ട്രാൻസ്പാരൻസി. അടിയിൽ കിട്ടണില്ല. എഫക്റ്റ് ഒന്നും അടിയിൽ കിട്ടണി. എഫക്റ്റ് കിട്ടണില്ലാന്നോ? പക്ഷെ ഞാൻ നേരത്തെ ബ്രോഷറിന്റെ എടുത്തിപ്പം കാണിച്ചെന്നില്ലേ ക്യാൻവാസിൽ, അപ്പോൾ എൻ്റെ കിട്ടണുണ്ട് ആ ഓപ്ഷൻ. ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ സൈഡിൽ നിന്ന് വരുന്ന മുകളിൽ നിന്നൊക്കെ പോണതൊക്കെ. ചിലപ്പോ ഇത് ഹാങ് ആവാൻ സാധ്യതയുണ്ട്. ഇത് ഭയങ്കര നെറ്റിന്റെയും എന്താ പറയാ നെറ്റും ഭയങ്കരമായിട്ട് വലിച്ചെടുക്കും ഇത്. പെട്ടെന്ന് നെറ്റ് ഞാൻ ഇതിൽ നിന്നൊന്ന് ബാക്ക് അടിക്കാം.
ഷെയർ ചെയ്തോളൂ. കണ്ടോ മാഡം? ഹലോ, ഓക്കെ, ഞാൻ കണ്ടു. അതിലെടുത്ത ഓപ്ഷൻസുകളൊക്കെ എന്തിനാന്ന് മനസ്സിലായില്ലേ? ടൂൾ ബോക്സ് എന്തിനൊക്കെ ഉപയോഗിക്കാന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കാലോ, എളുപ്പല്ലേ? നീ എല്ലാവർക്കും മനസ്സിലായോ? ബാക്കിയുള്ളവരൊന്ന് റെസ്പോണ്ട് ചെയ്യോ? അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട് ടീച്ചർ. ഓക്കെ. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ടീച്ചർ. ഓക്കെ, വേറെ ആരെങ്കിലും? ഇന്നത്തെ ക്ലാസ് എങ്ങനെയാ, മനസ്സിലായോ എല്ലാവർക്കും? ടീച്ചറെ, ഇന്നത്തെ മാർക്ക് ഒന്ന് ഗ്രൂപ്പിലിട്ട് നന്നായിരുന്നു. നന്നായി. അപ്പൊ ഇന്ന് ക്ലാസ് ഇപ്പൊ നിർത്തുകയാണ്. നമ്മള് ഒരു കാര്യം പറയാണ്, ഇതോടുകൂടി നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം ഇട്ടുതരും, അതിൽ നിങ്ങൾ ഫില്ല് ചെയ്യണം. പിന്നെ അടുത്ത 23-ാം തീയതി അടുത്ത 23-ാം തീയതി ഇപ്പൊ നമ്മൾ പഠിപ്പിച്ച സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു പരീക്ഷ ഇടും. അത് നിങ്ങൾ ചെയ്തിട്ട് ബ്ലോഗിൽ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം തന്ന ടാസ്കുകൾ ഉണ്ടല്ലോ, ആ ടാസ്കുകളൊക്കെ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യുള്ളൂ. കാരണം സർട്ടിഫിക്കറ്റ് തരുന്ന സമയത്ത് ഒന്നുമില്ലാതെ നമുക്ക് തരാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ ഇതുവരെ തന്ന ടാസ്കുകൾ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ. 50% മേലെ
പെർസെൻറ്റേജ് നിങ്ങൾ അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കും നമ്മൾ തന്ന ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തവർക്കും നമ്മൾ 23-ാം തീയതി ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യം ഓരോ നിങ്ങൾക്ക് ടാസ്കുകൾ തരുന്നുണ്ട്. 1 or 2 ചെറിയ ചെറിയ ടാസ്കുകൾ തരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. അപ്പൊ ആ ടാസ്കുകൾ നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഗ്രൂപ്പിൽ ഇടാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതുവരെ തന്ന ടാസ്കുകൾ. അപ്പൊ ആ ടാസ്കുകളുടെ ബേസിലായിരിക്കും ഒരു ചെറിയ പരീക്ഷ. അപ്പൊ നിങ്ങൾ ആ എന്ന് വെച്ചാൽ സാധാരണ ചെയ്തിട്ട് നിങ്ങൾ എല്ലാ സാധനവും ബ്ലോഗിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ 23-ാം തീയതി തന്നത് 24-ാം തീയതി വൈകുന്നേരം ആവുമ്പോഴേക്കും ചെയ്ത് നിങ്ങൾ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാണ്. ചെറിയ ചെറിയ ഇതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം തരുന്ന ചെറിയ ചെറിയ വർക്കുകൾ ഉണ്ടല്ലോ, അതുപോലത്തെ ചെറിയ ചെറിയ വർക്കുകളാണ് നിങ്ങൾക്ക് തരിക. അതില് 10 ക്ലാസ്സിന്റെ ഓരോ ചെറിയ വർക്കുകൾ തരും. നിങ്ങൾക്ക് അത് എത്രമാത്രം മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമുക്ക് തരാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാട്ടോ. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞത്?